ചില യൂട്യൂബേഴ്സ് ചില ആൾക്കാരും വരുന്നു. ഞാൻ ചോദിച്ചാൽ അതിന്റെ പിന്നിൽ നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മതപരമായ ഒരു വൈരാഗ്യം അല്ലെങ്കിൽ രേഷ്മ പി തങ്കച്ചൻ അഥവാ രണ സുന ഒരുപാട് പേര് കഴിഞ്ഞ വീഡിയോയുടെ അടിയിൽ കമന്റ് ഇടുന്നത് ഞാൻ കണ്ടു. രേഷ്മ പി തങ്കച്ചൻ എന്ന് വിളിക്കൂ ബ്രോ, അവരെ മറ്റേ ആ ഒരു പേര് അത് വിളിക്കണ്ട എന്ന് ഒരുപാട് ആളുകൾ പറഞ്ഞതുകൊണ്ട് തൽക്കാലത്തേക്ക് എപ്പോഴും നമുക്ക് ഈ രേഷ്മ പി തങ്കച്ചൻ എന്ന് വരുമോ എന്നറിയില്ല. എന്നാലും മാക്സിമം ഇനി ആ ഒരു പേരിൽ തന്നെ ആ ഒരു സ്ത്രീയെ നമുക്ക് വിശേഷിപ്പിക്കാം, അല്ലെങ്കിൽ ആ ഒരു പേരിൽ ആ സ്ത്രീയെ ചൂണ്ടിക്കാണിക്കാം. എന്താണെങ്കിലും ആ സ്ത്രീയുടെ അച്ഛൻ പിതാശ്രീ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. നമ്മുടെ സമൂഹത്തിൽ ഒരു പ്രശ്നം നടക്കുമ്പോൾ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, എന്തെങ്കിലും ഒരു പ്രശ്നം നടക്കുമ്പോൾ എല്ലാ ആളുകളും ആ ഒരു പ്രശ്നത്തിലേക്ക് ഉറ്റുനോക്കിയിരിക്കും. അപ്പോൾ ആ ഒരു പ്രശ്നത്തിൽ നാട്ടുകാരുടെ മുമ്പിൽ നാറാൻ പോകുന്ന ആ ഒരു പ്രശ്നത്തിൻ്റെ മെയിൻ കാരണക്കാരൻ അല്ലെങ്കിൽ കാരണക്കാരി ഏറ്റവും അവസാനം വേറെ മാർഗമൊന്നും ഇല്ല എന്ന് മനസ്സിലായി കഴിയുമ്പോൾ ഇറക്കുന്ന ഒരു നാടകമുണ്ട്. ഒരു ജാതി നാടകം, ഒരു മതം നാടകം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. പിടികിട്ടിയോ നിങ്ങൾക്ക്? ഞാനൊരു ഹിന്ദുവാണ്, എന്നെ കുറെ ക്രിസ്ത്യാനികൾ കളിയാക്കുന്നു, അല്ലെങ്കിൽ ഞാനൊരു മുസ്ലിമാണ്, എന്നെ കുറെ ഹിന്ദുക്കൾ കളിയാക്കുന്നു, അല്ലെങ്കിൽ ഞാനൊരു ഹിന്ദുവാണ്, എന്നെ മുസ്ലിമും ക്രിസ്ത്യാനിയും ആരൊക്കെയോ ചേർന്ന് കളിയാക്കുന്നു എന്നും പറഞ്ഞ് ഒരു പരിപാടി ഇറക്കും ചില ആളുകൾ. അങ്ങനെയുള്ള ഒരാളായി നിക്കക്കള്ളി ഇല്ലാതെ വന്നപ്പോഴത്തേക്ക് അങ്ങനെ ഒരാളായിട്ട് മാറിയിരിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട രണ സുനയുടെ ഡാഡി കൂളായിട്ടുള്ള തങ്കച്ചൻ. അപ്പോൾ തങ്കച്ചൻ ചേട്ടനൊക്കെ കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ പറയുന്നുണ്ടേ. നിങ്ങളിൽ എത്ര പേരത് കണ്ടു എന്ന് എനിക്കറിയില്ല, എന്നാൽ ഞാൻ നിങ്ങളെ ഇന്നത് കാണിക്കാം. വീഡിയോയിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നൊരു വ്യക്തിയാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ വീഡിയോയ്ക്കൊരു ലൈക്കൊക്കെ അങ്ങോട്ട് തരിക. ഞാൻ ഈ ഒരു വീഡിയോയിൽ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഈ ഒരു വീഡിയോയിൽ കുറച്ച് വിഷ്വൽസ് നിങ്ങൾക്ക് കാണിച്ചു തരും. അതിൽ ഫസ്റ്റ് ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നൊരു ക്ലിപ്പുണ്ട്. വളരെ ശ്രദ്ധയോടുകൂടി നമ്മുടെ രണ സുന പറയുന്നത് എന്താണെന്ന് നിങ്ങളൊന്ന് കേൾക്കണേ. പയ്യെ നമുക്കൊന്ന് എഴുന്നേറ്റാലോ? തീർച്ചയായിട്ടും എനിക്ക് കിട്ടിയ സൂചന ഉണ്ട്, കുറെ ഉണ്ട്. അതല്ല നമുക്ക് സ്ഥലമില്ലല്ലോ. ഇതല്ലേ മറ്റേ നമ്മുടെ പ്രതീക്ഷയും എനിക്കും പ്രതീക്ഷ എന്ത് പറയുന്നു? ഇപ്പം സുഖമായിട്ടിരിക്കും. കുറച്ചു മുന്നേ വിളിച്ചായിരുന്നു. റണു സുനയെ പ്രതീക്ഷ വിളിക്കട്ടെ, രണ സുന അങ്ങോട്ടും വിളിക്കട്ടെ, നിങ്ങളുടെ സൗഹൃദം പൂത്തുലയട്ടെ. അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല. എന്നാൽ ഒന്നുകൂടെ ഞാനതൊന്ന് കേൾപ്പിച്ചു തരാവേ, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോണേ. തുടക്കത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട്. പയ്യെ നമുക്കൊന്ന് എഴുന്നേറ്റാലോ? തീർച്ചയായിട്ടും എനിക്ക് കിട്ടിയ സൂചന ഉണ്ട്, കുറെ ഉണ്ട്. അതല്ല നമുക്ക് സ്ഥലമില്ലല്ലോ. ഇതല്ലേ മറ്റേ നമ്മുടെ സ്ഥലമില്ലല്ലയോ? കുഞ്ഞിന് സ്ഥലമില്ലാത്തത് കൊണ്ടാണോ? ഈ കഴിഞ്ഞ ദിവസം ഒരു കോൺട്രവേഴ്സി ഉണ്ടായി. നമ്മുടെ കിച്ചു മൂത്ത മകൻ ആ ഒരു വീട്ടിലേക്ക്, നമ്മുടെ രേണുസുതി ഇപ്പോൾ പേര് 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 പിന്നെ ആ പേര് വന്നു, നിങ്ങൾ ക്ഷമിക്കുക, വന്നു പോകും, ക്ഷമിക്കുക. അപ്പം എന്തായാലും ആ ചേച്ചി താമസിക്കുന്ന ആ 2 മക്കളുടെ പേരുള്ള വീട്ടിലേക്ക് നമ്മുടെ കിച്ചു അങ്ങോട്ട് വരുന്നു. അവിടെ കണ്ട ആ ഒരു ഇളയ പയ്യനുമായിട്ട് നിൽക്കുന്ന കുറച്ച് അവരുടെ ഒരു സ്നേഹബന്ധം കാണിക്കുന്ന കുറച്ച് വിഷ്വൽസൊക്കെ എടുത്തതിൻ്റെ കൂട്ടത്തിൽ അച്ഛൻ്റെ നമ്മുടെ അവാർഡുകളെല്ലാം രേണുസുതി ചേച്ചി, രണ സുന ചേച്ചി ചാക്കിനകത്താക്കി കട്ടിലടി തട്ടിയിരിക്കുന്നത് പുറത്തു വന്നു. അപ്പം അന്ന് ഈ ഒരു സംഭവം കിച്ചുവിൻ്റെ ബ്ലോഗിലൂടെ ഇത് ജനങ്ങൾ കണ്ടതിന് ശേഷം രേണുസുതി അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട രണ സുന സമൂഹ മാധ്യമങ്ങളിലൂടെ നമ്മളോട് പറയുകയുണ്ടായി. അതായത് അത് പിള്ളേരെടുത്ത് നശിപ്പിക്കും. ആ ചെറിയ ചെറുക്കനുണ്ടല്ലോ, അവനെടുത്ത് അവാർഡ് നശിപ്പിക്കും. അപ്പോൾ ഓർമ്മയ്ക്കായി വെച്ചിരിക്കുന്നതാണല്ലോ, അതുകൊണ്ടാണ് ഞാൻ കട്ടിലടിയിൽ ചാക്കി കയറ്റിയെന്ന് പറയുന്നുണ്ടായിരുന്നു. ഇപ്പം പറയുന്നത് എന്താ? വീട്ടിൽ വെക്കാൻ സ്ഥലമില്ലെന്ന്. സ്ഥലമില്ല, എൻ്റെ ആ ഒരു ടേബിളിൽ എൻ്റെ എല്ലാം കൂടെ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ സുധിച്ചേട്ടൻ്റെ വെക്കാൻ സ്ഥലമില്ല എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടല്ലോ. അപ്പം 2 വർത്താനം. ഒരു കാര്യത്തെ തന്നെ അവാർഡ് എന്ന് പറയുന്ന ഒരു സാധനം, അതിനെ തന്നെ 2ആയിട്ടാണേ പറയുന്നത്. കേട്ടല്ലോ. ഇപ്പം പറയുന്നത് എന്താ? സ്ഥലമില്ല വെക്കാൻ. കുറച്ച് സ്ഥലം ഞങ്ങൾ മേടിച്ച് തരട്ടെയോ ചേച്ചി, അവാർഡ് വെക്കാൻ സെപ്പറേറ്റ്, ചേച്ചിയുടെയും സുധിച്ചേട്ടൻ്റെയും കൂടെ. അല്ല, അതും കൂടെ ഇനി മലയാളികൾ ചെയ്തു തരാം. എന്താ? അപ്പോൾ ഓക്കെ ആവത്തില്ലേ? പോട്ടെ, വിടുന്നു ഞാനത്. നിങ്ങൾക്ക് കാര്യം പിടികിട്ടിയല്ലോ. ഇനി നമുക്ക് ബാക്കി അങ്ങോട്ട് കേൾക്കാവേ. ചേച്ചിയുടെ അച്ഛൻ ഇരിപ്പുണ്ട്. അച്ഛന്റെ പേര്? എന്റെ പേര് തങ്കച്ചൻ. തങ്കച്ചൻ. എന്താ ഇപ്പൊ ചെയ്യുന്നേ? ഒന്നും ചെയ്യുന്നില്ല, ഇങ്ങനെ പോകുന്നു. ഇങ്ങനെയുണ്ട്. മകളുടെ വളർച്ചയൊക്കെ കണ്ട് ഇങ്ങനെ സന്തോഷിച്ചിരിക്കുന്ന ഒരു സന്തോഷമുണ്ട്.
സന്തോഷമുണ്ട്. ഇപ്പൊ ഇനി പയ്യെ സിനിമാ നടി ആയിക്കൊണ്ടിരിക്കുക, അറിയുന്നുണ്ടോ ഇതല്ലോ ഒക്കെ നടക്കട്ടെ അല്ലേ? അതെ, ബിഗ് ബോസിലൊക്കെ പോകുന്നൊക്കെ ഒരു പ്രൊഡിക്ഷൻ ലിസ്റ്റിലൊക്കെ ഉണ്ട്. ബിഗ് ബോസ് ഒക്കെ ഇഷ്ടമാണോ, കാണാറുണ്ടോ? എനിക്കതിനെ കുറിച്ച് അറിയത്തില്ല. അറിയത്തില്ല. എങ്കിലും നമ്മൾ മകൾ വരട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാം. കമന്റുകളൊക്കെ വായിക്കാറുണ്ടോ അച്ഛൻ? ഇടയ്ക്കൊക്കെ വായിക്കുമായിരുന്നു, ഈയിടെ ഒന്നും വായിക്കുന്നില്ല. എന്താ അങ്ങനെ ഈ വിമർശകരോട് എന്താ എന്തെങ്കിലും ഒരു രേണു ചേച്ചിയുടെ അച്ഛൻ എന്ന നിലയിൽ എന്തെങ്കിലും പറയാനുണ്ടോ? നമ്മൾ വിമർശിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട്. 100%. ആ വിമർശനം കൊണ്ട് മറ്റൊരു വ്യക്തി വേദനിക്കും. അല്ലെങ്കിൽ അങ്ങനെയുള്ള തക്കതായ കാര്യം ഉണ്ടെങ്കിൽ അത് പറഞ്ഞ് വേദനിപ്പിക്കാം, അല്ലെ? തെറ്റ് ചെയ്യുന്ന ഒരാളെ കക്കുന്ന ഒരാളല്ല കള്ളനാണ്. കക്കാത്ത ഒരു ആളെ കള്ളൻ എന്ന് പറയുമ്പോൾ അവന്റെ ഉള്ളിലുണ്ടാകുന്ന ഒരു വേദന. അതാണ് ഞാൻ പറഞ്ഞത്. മറ്റൊന്നുമല്ല, സമൂഹത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ആർക്കും അവകാശമുണ്ട് മറ്റുള്ള കാര്യങ്ങളെ മറ്റുള്ളവരെ കുറിച്ച് അഭിപ്രായം പറയാനും എടുക്കാനും. പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയ വഴി ഇതുപോലെ ഉള്ള എന്നെ സംബന്ധിച്ചാരും പറഞ്ഞു, ഞാൻ വീട്ടിലിരിക്കുന്ന ഒരാളാണ്. അപ്പൊ പുറത്ത് ഇതുപോലുള്ള ഒരു സന്ദർഭത്തിലൊക്കെ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചോളം അനേകർ കാണുമ്പോൾ അവർക്ക് വിമർശിക്കാം. പക്ഷെ ഞാൻ പറഞ്ഞത് ഇത്രേ ഉള്ളൂ, ഇനി കൂടുതലൊന്നും പറയാനില്ല. വിമർശിക്കുന്നവര് തക്കതായ കാരണം വിമർശിക്കാം. പ്രിയപ്പെട്ട തങ്കച്ചൻ ചേട്ടാ, തക്കതായ കാരണമുള്ളത് കൊണ്ട് ഞാൻ ഇപ്പോൾ ഇരുന്ന് വിമർശിക്കുകയാണ്. ഓക്കെ, താങ്കൾ അതൊന്ന് മനസ്സിലാക്കണം. താങ്കളുടെ മകൾ എൻ്റെ ഈ ഒരു വീഡിയോയിൽ ഞാനൊരു വീഡിയോ ക്ലിപ്പ് വെച്ചപ്പോൾ ആദ്യം തന്നെ കാണിച്ചൊരു സാധനമുണ്ട്. നിങ്ങളുടെ മകൾ ഇപ്പോൾ പറയുന്നത് അവാർഡ് വെക്കാൻ സ്ഥലമില്ല, അതുകൊണ്ടാണ് സുധിച്ചേട്ടൻ്റെ അവാർഡൊക്കെ മാറ്റി വെച്ചേക്കുന്നത്, വെക്കാൻ സ്ഥലമില്ല അവിടെ എന്ന് നിങ്ങളുടെ മകൾ പറയുന്നുണ്ടേ. കഴിഞ്ഞ ദിവസം നിങ്ങളുടെ മകൾ എന്താ പറഞ്ഞത്? സുധിച്ചേട്ടൻ്റെ അവാർഡൊക്കെ എടുത്ത് ചാക്കി കയറ്റി വെക്കാൻ കാരണം സുധിച്ചേട്ടൻ്റെ അവസാനമായിട്ടുള്ള സാധനങ്ങളാണ്, അത് റിതപ്പനെടുത്ത് നശിപ്പിക്കും, അതുകൊണ്ടാണ് സൂക്ഷിച്ച് ചാക്കിനടി കയറ്റിയിരിക്കുന്നതെന്ന്, ചാക്കിനകത്ത് കയറ്റി കട്ടിലിനടി കയറ്റിയിരിക്കുന്നതെന്ന് ഇങ്ങനെയല്ലേ പറഞ്ഞത്? അപ്പം അന്ന് പറഞ്ഞതൊന്ന്, ഇന്ന് പറഞ്ഞതൊന്ന്. നിങ്ങളുടെ മകളിൽ നിന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സമൂഹ മാധ്യമങ്ങൾ വഴി ആ സ്ത്രീ തന്നെ പറയുന്നത് നമ്മുടെ അടുക്കലേക്ക് എത്തുന്നതുകൊണ്ടാണ് നമ്മളൊക്കെ ഇവിടെ ഇരുന്ന് വിമർശിക്കുന്നത്. അല്ലാതെ പ്രത്യേകിച്ച് നിങ്ങളുടെ മകളോട് എനിക്ക് ദേഷ്യമൊന്നുമില്ല. അവരൊരു സ്ത്രീയാണ്, അവർക്കും ജീവിക്കണം, അവർ ജീവിക്കട്ടെ, ജീവിച്ചോട്ടെ. സിനിമ എന്ന് പറയുന്നൊരു സാധനം, സിനിമാ നടിയാണെന്നൊക്കെ പറയുന്നു, യൂട്യൂബിൽ ഒരു 1.5 മണിക്കൂറുള്ളൊരു സാധനം വന്ന് ഇറങ്ങിയിട്ടുണ്ട്. കുറച്ചൊന്ന് ഓടിച്ചു നോക്കിയേ, സിനിമയാണോ എന്താണെന്ന് എനിക്ക് എന്തോ ആയിക്കോട്ടെ, സിനിമാ നടി ആയിക്കോട്ടെ, പക്ഷേ ഇങ്ങനെ വന്ന് അത് എന്തിനാണ് ഓൺലൈൻ മീഡിയക്കാരുടെ, ഞാൻ എപ്പോഴും ചോദിക്കുന്നൊരു കാര്യം, ഓൺലൈൻ മീഡിയക്കാരുടെ മുമ്പിൽ വന്ന് കഥ പറഞ്ഞ് ഒരു കാര്യത്തെ പറ്റി തന്നെ 2-3 തവണ സംസാരിക്കുമ്പോൾ മാറ്റി ഈ സ്ത്രീ പറയും. കേൾക്കുന്ന ജനങ്ങൾ, റിയാക്ഷൻ ചാനൽ കൊണ്ടു കിടക്കുന്ന ഞങ്ങൾ, എന്നെപ്പോലുള്ള ആളുകൾ അത് കാണുമ്പോൾ സംശയിക്കും, ഇതെന്താ ഇവരിങ്ങനെ പറയുന്നത്. അപ്പം ആ സംശയത്തെ ബന്ധിച്ച് നമ്മൾ സംസാരിക്കും, അത് അവർക്ക് നെഗറ്റീവായിട്ട് വരുന്നു. അതിന് നമ്മളിപ്പോൾ എന്ത് ചെയ്യും? തങ്കച്ചൻ ചേട്ടാ, തങ്കച്ചൻ ചേട്ടൻ മോളോട് പറഞ്ഞുകൊട്. തങ്കച്ചൻ ചേട്ടൻ്റെ ബാക്കി നമുക്ക് കേട്ടാലോ? കുറച്ചും കൂടെ ക്ഷമിക്കെന്നോട്, ബാക്കി കേൾക്കാം. ചേച്ചി കരയുന്ന കാണുമ്പോൾ നമുക്കും സങ്കടം വരും. കാരണം ജനങ്ങൾ മനസ്സിലാക്കും, അത് ജനങ്ങൾ മനസ്സിലാക്കും. ജനങ്ങൾ മനുഷ്യര് മനസ്സിലാക്കട്ടെ. അല്ല, ഞാൻ ആദ്യം പറഞ്ഞില്ല ഒരു കാര്യം, അതേപോലെ എനിക്ക് അതിന് ആ വിഷയത്തെക്കുറിച്ചുള്ള ഈ സോഷ്യൽ മീഡിയ വഴി വരുന്ന ആ കാര്യങ്ങളെ കുറിച്ചൊന്നും എനിക്ക് പറയാൻ. കാരണം ജനങ്ങൾ ഞാനും ഒരു മനുഷ്യനല്ലേ, എന്നെ പോലെയാണ് ഒരു അടുത്ത. ഞാൻ സ്വാഭാവികമായിട്ടും ചേച്ചിയുടെ ഇന്റർവ്യൂ എടുത്തതിന് ശേഷം ചേച്ചിക്ക് വളരെ നെഗറ്റീവ് കമന്റ്സ് ആണ് അതിനകത്ത് വരുന്നത്. പക്ഷെ എനിക്ക് പേഴ്സണലി മനസ്സിലാക്കിയെടുത്തോളം ചേച്ചി ആർക്കും ഒരു ഉപദ്രവം ചെയ്യാൻ പോകുന്നില്ല, ഒരു മനുഷ്യനെ ഉപദ്രവിക്കാനും പോകുന്നില്ല. ഞാൻ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ചേച്ചിയെ വീഡിയോ ഇടും. അതിന്റെ ഇൻസ്റ്റഗ്രാമിൽ അതിന്റെ താഴെ മുഴുവൻ അനുകൂല കമന്റുകളാണ്. ചേച്ചിനെ ഇഷ്ടപ്പെടുന്നവർ ഒരുപാടുണ്ട്. പക്ഷേ യൂട്യൂബിൽ ചേച്ചിന് നെഗറ്റീവ് പറഞ്ഞാലേ വൈറലാകൂ എന്നുള്ള അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ട്. അങ്ങനെ ഒരു സിസ്റ്റം അവർ തന്നെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഈ സോഷ്യൽ മീഡിയകളെ അങ്ങനെ ആക്കി വെച്ചിരിക്കുക, റീച്ച് കിട്ടും. ആ പക്ഷം പിടിക്കാൻ കുറെ പേരുണ്ടല്ലോ, അവരങ്ങനെ തന്നെ നിൽക്കാം. അല്ല, എന്റെ വീഡിയോ എടുത്ത് ട്രോൾ ചെയ്തു. എന്നെ ട്രോൾ ചെയ്യാനും കുഴപ്പമില്ല, എന്നെ ഉപദ്രവിച്ചാലും കുഴപ്പമില്ല. വളരെ വ്യക്തിപരമായിട്ട് തന്നെ പറയുകയാണ്. ഒരു മനുഷ്യനെ തേജോവധം ചെയ്യാം, ഒരു മനുഷ്യനെ ഉപദ്രവിക്കാം, ഒരു മനുഷ്യനെ എന്താ പറയാ വിമർശിക്കാം, പക്ഷെ അതിനൊക്കെ ഒരു പരിധി ഉണ്ടാവണം എന്നുള്ള ഒരു മാന്യതയാണ്. എടാ മകനെ, നീ എന്തിനാണ് ഇപ്പൊ തള്ളിക്കേറി രേണുവിൻ്റെ വീട്ടിൽ ചെന്നിട്ട് ഈ വീഡിയോ എടുക്കുന്നത്? നീ എന്തിനാണ് ഇത് എടുത്തിട്ട് നിന്റെ യൂട്യൂബ് ചാനൽ വഴി ഞങ്ങളെ എല്ലാവരെയും കാണിക്കുന്നത്? രേണുവിന് നല്ലത് വരട്ടെ എന്ന് ചിന്തിച്ചിട്ട് മാത്രമാണോ? അല്ലല്ലോ. നിനക്കത് ഈ സാധനത്തിന് വേണ്ടിയിട്ടല്ലേ? പിന്നെ ഈ സമയത്ത് നീ സുരേഷ് ഗോപി സാറിൻ്റെ വീട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ അലൻ ജോസ് പെരേരയുടെ വീട്ടിലോ ഒന്നും പോയിട്ട്
ഒരു തേങ്ങ നിനക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ, കണ്ടന്റ് വാല്യൂ ഇല്ലല്ലോ. ഇതായതുകൊണ്ട് അവിടെ കൂടെ നിൽക്കുന്നത് റണ്ണസുന്നെ ആയതുകൊണ്ട് അല്ലേ? അതുകൊണ്ടല്ലേ നീയും അങ്ങോട്ട് ചെന്ന് ഈ സാധനമൊക്കെ ഇത്ര വലിയ, പിന്നെ നിന്നെ എടുത്ത് നമ്മൾ റോസ്റ്റ് ചെയ്യാനോ, നിന്റെ വീഡിയോ എടുത്തു, നിന്നെ ഇപ്പം നമ്മുടെ എന്നെ പോലുള്ള ഒരുപാട് റിയാക്ഷൻ ചാനൽസ് ഉണ്ട്, നിന്റെ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്യുമ്പോഴത്തേക്ക് നിന്നെ ഒരുപാട് ആൾക്കാർ കാണും, അത് വേറെ കാര്യം. മനസ്സിലായില്ലേ? ഇതൊക്കെ നിനക്ക് അറിയാലോ. അപ്പം കിട്ടുന്നുണ്ടല്ലോ അല്ലേ? അല്ലാതെ മറ്റേ വലിയ അങ്ങ് അത് വേണ്ട. ഓക്കെ, അത് വേണ്ട. പിന്നെ ഇവിടെ ആൾക്കാർ ചുമ്മാതല്ല എടോ, ഈ റിയാക്ട് ചെയ്യുന്ന ഞാനും എൻ്റെ ഈ വീഡിയോ കാണുന്നതാണെങ്കിലും ശരി, ആളുകൾ അവരും പൊട്ടന്മാരൊന്നുമല്ല. ഈ ഒരു വ്യക്തിയോടാണ് ഞാൻ ഈ പറയുന്നത്, പൊട്ടന്മാരൊന്നുമല്ല. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഒരു കാര്യത്തെപ്പറ്റി പല സമയത്ത് പലത് പറയുമ്പോൾ ആൾക്കാർ തെറി അല്ലാതെ പിന്നെ എടുത്ത് ഉമ്മ വെക്കുവോടാ മോനെ, ഉമ്മ വെക്കുവോ മോനെ? അങ്ങനെ ഉമ്മം വെക്കാനാണോ പഠിച്ചത്? എന്നാൽ നീ അവിടെ ഉമ്മം വെച്ചോണ്ടിരിക്കും. ഓക്കെ, അതുകൊണ്ട് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് കിട്ടും, ഇവിടെ അത് കിട്ടത്തില്ല. പിന്നെ ഈ സ്ത്രീയെ പുകഴ്ത്തി പറഞ്ഞ് ഇവർ ലൈക്ക് നമുക്കും വ്യൂസ് കിട്ടുന്നു, അവർക്കും നല്ലത് കിട്ടുന്നുണ്ടെങ്കിൽ ഞാൻ അത് വളരെ നല്ലൊരു കാര്യമെന്നേ പറയുള്ളൂ. പക്ഷെ ഇവരെ പുകഴ്ത്തി പറയാനൊന്നും ഇല്ലടേ. എന്താ മനസ്സിലാകാത്ത നീയൊക്കെ? എന്ത് കണ്ടിട്ട് പുകഴ്ത്തും? എന്തെങ്കിലും പ്ലീസ് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്ന ആളുകളെ നിങ്ങൾ പറ, പുകഴ്ത്താൻ വല്ലതും ഉണ്ടോ? ഞാൻ പുകഴ്ത്താം. എനിക്ക് ഒന്നും തോന്നുന്നില്ല, ഒന്നും ഇതിനകത്ത്. വീണ്ടും ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഈ തങ്കച്ചൻ ചേട്ടൻ കുറച്ച് കാര്യങ്ങളും കൂടെ ഒക്കെ പറയുന്നുണ്ട്, അതും കൂടെ ഒക്കെ കേൾക്കുമ്പോൾ ഉണ്ടല്ലോ നിങ്ങൾക്ക് അങ്ങോട്ട് അടിയിൽ നിന്ന് പെരുത്ത് കയറും. ബാക്കി നമുക്കൊന്ന് കേൾക്കാം. ചേച്ചി ആ കണ്ണൊക്കെ ഒന്ന് തുടച്ചൊന്ന് ഇതായിക്കേ, സ്വാഭാവികമായിട്ട്. ഓക്കെ. സുധിച്ചേട്ടൻ ഹിന്ദു തന്നെയായിരുന്നു, ക്രിസ്ത്യനിലേട്ടൊന്നും മാറിയിട്ടില്ല, പക്ഷെ ക്രിസ്ത്യൻ രീതിയിലാണ് അടക്കം ചെയ്തത്. അപ്പൊ അതിന്റെ അടിയിൽ ഒരുപാട് കമന്റുകൾ, നമുക്ക് അതിനൊരു വിശദീകരണം കൊടുക്കണമല്ലോ. ഇങ്ങനെ ഒരു കമന്റ് വന്നു, അതായത് സ്വാഭാവികമായിട്ടും ക്രിസ്ത്യൻ രീതിയിൽ അടക്കം ചെയ്യണമെങ്കിൽ ക്രിസ്ത്യാനിറ്റിയിൽ വന്നവർക്ക് മാത്രമേ പറ്റുള്ളൂ. അതിന്റെ എന്താണ് യാഥാർത്ഥ്യം? നന്നായി, ഇനി രേണു അതിനെപ്പറ്റി സംസാരിക്കാതിരിക്കുന്നതാണ് നല്ലത്. പറഞ്ഞ് എന്തായാലും കുളവാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പൊ ലാസ്റ്റ് എനിക്കൊന്നും അറിയാൻ പാടില്ല, പപ്പ പറയും. നല്ല കാര്യം, ഇനി പപ്പ പറയട്ടെ. പപ്പ പറയുന്നതാണ് സൂപ്പർ, കേട്ടോ. പപ്പ അത് എന്താ സംഭവം? അത് കറക്റ്റ് അതെന്താണെന്ന് ചോദിച്ചാൽ, നമ്മളിപ്പം ക്രിസ്തീയ വിശ്വാസത്തില് തന്നെ ഒരുപാട് ഇതുണ്ട്, പിന്നെ ശാഖകളുണ്ട്. ഓക്കെ ഓക്കെ. ഒക്കെ ഉണ്ട്. അപ്പൊ ഈ പ്രൊട്ടസ്റ്റന്റിലല്ലാതെ ഞങ്ങള് ഒരു ആംഗ്ലിക്കനോ? ആംഗ്ലിക്കൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? എനിക്കറിയത്തില്ല കേട്ടോ. ഞാൻ കേട്ടിട്ടുള്ളത് കത്തോലിക്ക, പിന്നെ സിറിയൻ, പിന്നെന്താണ് യാക്കോബ, പിന്നെ മറ്റെന്താണ് ഈ അവരുടെ പേര് ഞാൻ മറന്നുപോയി. ഈ വളയും മാലയും കമ്മലും ഇടാത്ത ഈ പുള്ളിയെ പറയുന്നുണ്ടെന്ന് തോന്നുന്നു, ആ പേര് ഞാൻ മറന്നുപോയി. അങ്ങനെ ഒരു ഇത് അതൊക്കെ എനിക്കറിയത്തുള്ളൂ. ഈ മറ്റേ ഇപ്പൊ ഈ പുള്ളി പറഞ്ഞ പ്ലിങ്കോ എനിക്കറിയാൻ പാടില്ല കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? അങ്ങനെ എന്തെങ്കിലും അറിയാത്തത് കൊണ്ടാണ്, എന്നോട് ക്ഷമിക്കുക, ആരും കളിയാക്കുന്നതല്ല, ഇത് അറിവില്ലാത്തത് കൊണ്ടാണ്. ആ ഒരു ഇതിനെ പറ്റിയിട്ട് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. ഇനിയും അങ്ങനെ ഒരു കാസ്റ്റോ അങ്ങനത്തെ ഒരു പരിപാടി ഉണ്ടെങ്കിൽ അവിടെ ഈ ഒരു ഈ മാമോദിസയൊന്നും മുങ്ങണ്ടേ? അവരെ അല്ലാതെ അങ്ങ് അടക്കുമോ? നമുക്കറിയില്ല. അറിയാവുന്ന ആളുകളുണ്ടെങ്കിൽ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറഞ്ഞു തരണം. എന്നാലേ നമുക്ക് അടുത്ത വീഡിയോയിൽ ഇനി ഇത് കണക്കത്തെ പരിപാടിയും കൊണ്ട് ഇറങ്ങുമ്പോഴത്തേക്ക് നമുക്കൊന്ന് ഇപ്പറയൊന്ന് സംസാരിക്കണമല്ലോ, അതിന് ആ ഒരു കാര്യം അറിയണമല്ലോ. എനിക്കറിയില്ല, അറിയാവുന്നവരൊന്ന് പറയുക. ബാക്കി ഒരു വിശ്വാസം അല്ലെങ്കിൽ ആ കൂടി വരുന്ന ആ ഇത് നോക്കുമ്പം എങ്ങനെയാന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോ ഒരു മനുഷ്യൻ മരിച്ച് അദ്ദേഹം നേരത്തെ എങ്ങനെ ആയിരുന്നു, ഇതൊന്നും അല്ല, അദ്ദേഹത്തിന് ഇഷ്ടമുണ്ടല്ലേ, അദ്ദേഹത്തിന്റെ ബന്ധുക്കാർ നമ്മുടെ കൂടെ ആണെങ്കിൽ നമുക്കത് അടക്കുന്നതിന് ഒരു കുഴപ്പമില്ല. ആ ഒരു ബേസേ ഉള്ളൂ. ഇപ്പൊ കത്തോലിക്കരാണെങ്കിലും നടക്കത്തില്ല, അവർക്ക് അത് അങ്ങനെ. പ്രൊട്ടസ്റ്റന്റ് വിഭാഗം ഇതും മാറ്റമുണ്ട്. അതൊരു വിശ്വാസത്തിന് ഞാൻ പറഞ്ഞു, അത് വലിയ ഇതായിട്ട് നമുക്ക് വില കൊടുക്കണ്ട. ഒറ്റ കാര്യം എന്താണെന്ന് വെച്ചാൽ, സുധി ഇവിടെ അടക്കാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, സുധി ഇവിടെ ഈ പള്ളി ഞങ്ങളുടെ കൂടെ വല്ലപ്പോഴൊക്കെ ആരാധനയ്ക്ക് വരുമായിരുന്നു. അത് നടത്തുന്ന അദ്ദേഹത്തോട് വലിയ ഒരു കൂട്ടുസ്നേഹം ബന്ധം പുള്ളി അങ്ങനെ, സുധി അങ്ങനെ എല്ലാവരും. അപ്പൊ ഞാൻ മരിച്ചാലും ഞാൻ മരിക്കുന്നിടം ഇവിടെ കാണും, മരിച്ചാലും എന്നെ ഇവിടെ അടക്കത്തുള്ളൂ. അത് അദ്ദേഹത്തിന്റെ മകൻ ഉണ്ട്, മകനുണ്ട്, കിച്ചു ഉണ്ട്. അപ്പൊ കിച്ചു അവന് 18 വയസ്സ് കഴിഞ്ഞപ്പോ ആ സമയത്താണ് ഇവൻ മരിക്കുന്നത്. കിച്ചുവാണ് ബോഡി, കിച്ചുവും മറ്റുള്ളവരൊക്കെ ആണ് ഈ പള്ളിക്കാരും ഒക്കെ ചെന്നാലും ബോഡി മേടിച്ചതും അവരുടെ അവിടെ എല്ലാം കാണിച്ചത്, കൊല്ലത്ത് കൊണ്ട് കാണിച്ചിട്ട് തിരിച്ചിവിടെ കൊണ്ട് അടക്കുന്നത്. അല്ലാതെ ഞാനോ എന്റെ ബന്ധുക്കളോ എന്റെ അല്ലെങ്കിൽ രേണുവോ ആരും പറഞ്ഞിട്ടില്ല ഇവിടെ കൊണ്ട് അടക്കണോ, ഞങ്ങൾ ഇങ്ങനെ അടക്കും, ഒന്നുമില്ല. അവനോട് ചോദിച്ചു എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. അന്നേരത്തേക്കും അവൻ പറഞ്ഞു അച്ഛന്റെ ഇഷ്ടം അതായിരുന്നു, നമ്മൾ അടക്കും. അങ്ങനെയാണ് സഭ അടയ്ക്കുക.
നമ്മളിങ്ങനെ മതപരമായ കാര്യത്തിൽ കൂടുതൽ നമ്മൾ ഈ ചെന്നിട്ട് അത് ഈ പൊക്കി പിടിച്ചുകൊണ്ട് ചില യൂട്യൂബേഴ്സ് ചില ആൾക്കാരും വരുന്നു. ഞാൻ ചോദിച്ചാൽ അതിന്റെ പിന്നിൽ നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മതപരമായ ഒരു വൈരാഗ്യം അല്ലെങ്കിൽ എൻ്റെ പൊന്നു ചേട്ടാ, താൻ എങ്ങോട്ടാ ഈ പോണേ? തങ്കച്ചൻ ചേട്ടൻ്റെ എങ്ങോട്ടാ പോണത്? പറഞ്ഞു പറഞ്ഞ് മോളെ രക്ഷിക്കാനും നിങ്ങളുടെ മറ്റേ പഴയ പള്ളിയിലച്ഛനെ രക്ഷിക്കാനുമാണോ നിങ്ങൾ ഈ പരിപാടി കാണിക്കുന്നത്? മതപരമായിട്ടുള്ള കോണയൊക്കെ എടാ, എന്തിനാണോ ഇവിടെ ആവശ്യത്തിന് ഈ നാട്ടിൽ മതപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, രാഷ്ട്രീയപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇതൊക്കെ ഉണ്ട്. എന്തെങ്കിലും ഒരു ചെറിയ കാര്യം കിട്ടിയ ഉടനെ ഇവിടെ നേതാക്കന്മാരൊക്കെ കൊണ്ടുവന്ന് ഇടാനുണ്ട് മതപരം. അതിൻ്റെ ഇടക്ക് ഡെന്നുത്തുണ്ണിയുടെ കേസിലും കൂടെ തനി മതപരം കൊണ്ടിടാതെ എനിക്ക് തോന്നിയിട്ടില്ല മതപരമായിട്ട് ചോദ്യങ്ങൾ ഉന്നയിക്കുന്നതോ ചേട്ടാ. ചോദ്യങ്ങൾ മനസ്സിലായില്ലേ? ഹിന്ദുവായി ജീവിച്ച ഒരു വ്യക്തിയെ നിങ്ങൾ ക്രിസ്ത്യനായിട്ട് അടക്കിയതിനകത്തല്ല ഇവിടെ പ്രശ്നം. നിങ്ങൾ കൊണ്ട് അടക്കിയത് ആ ഒരു പുള്ളിയുടെ ആ ഒരു കർമ്മത്തിനൊക്കെ കൂടെ ഉണ്ടായിരുന്നത്. നിങ്ങൾക്ക് എന്തോ ബന്ധമുണ്ട് അടുത്ത ആള് എന്നൊക്കെ പറയുന്നത് കേട്ട് നമുക്കറിയില്ല, അറിയാത്ത കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല. ആ പള്ളിയച്ഛൻ അയാളുടെ പള്ളിയിൽ നിങ്ങൾ കൊണ്ടുപോയി അടക്കിയത് ഇതൊക്കെ നിങ്ങൾ ചെയ്തു. ഓക്കെ, സാധാരണ ക്രിസ്ത്യൻ ആചാരപ്രകാരം എന്ന് അല്ലെങ്കിൽ ഒരു പള്ളിയിൽ കൊണ്ടുപോയി അടക്കി എന്ന് നമ്മൾ കേൾക്കുമ്പോൾ ഓക്കെ, ഹിന്ദുവായിട്ട് ജീവിച്ചൊരു വ്യക്തിയാണ് പുള്ളി. അപ്പൊ പുള്ളി അങ്ങനെ അടക്കുന്നതിനൊന്നും കുഴപ്പമില്ല, നിങ്ങൾ അടക്കിക്കോ. ഹിന്ദുവായിട്ടുള്ള ജീവിച്ച ഒരു വ്യക്തിയെ നിങ്ങളുടെ ഇഷ്ടം, പുള്ളിയുടെ ഇഷ്ടം. സുധി എന്ന് പറയുന്ന ആ ഒരു വ്യക്തിക്ക് ക്രിസ്ത്യനായിട്ട് മരിക്കണം എന്നുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ പുള്ളിയുടെ ഇഷ്ടമാണ്. പുള്ളി ജനിച്ച നാടാ, പുള്ളിക്ക് ഈ നാട്ടിൽ എങ്ങനെ വേണമെങ്കിലും മരിക്കാം. ഞാൻ ഒന്നും ചൊറിയാനോ പിടിക്കാനോ പുള്ളിയെ കത്തിച്ചേ പറ്റത്തുള്ളൂ എന്നൊന്നും പറഞ്ഞുകൊണ്ട് വരാൻ ഞാൻ ആളല്ല, ഞാനത് ചെയ്യത്തുമില്ല. പക്ഷേ ഒരു ആചാരപ്രകാരം ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന അതിനൊരു വില കൊടുക്കണ്ടേടോ താൻ. അതാ ഞാൻ ചോദിച്ചത്. പിന്നെ നിങ്ങളിപ്പോൾ പറയുമ്പോഴാണ് അറിയുന്നത് ആ ഒരു ഗ്രൂപ്പിൽ എന്താ എന്താണ് ആംഗ്ലോ ഇന്ത്യൻസ് എന്നൊക്കെ ഞാൻ കേട്ടിട്ടുള്ളൂ. അപ്പോൾ എന്താണെങ്കിലും പുള്ളി പറഞ്ഞതിനകത്ത് സോറി, വീണ്ടും ഞാൻ പറയുന്നു, ആ ഒരു ഗ്രൂപ്പിലുള്ള ആളുകൾ നിങ്ങളെ ഞാൻ കളിയാക്കൊന്നും അല്ല കേട്ടോ. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഡീറ്റെയിൽ ഒന്ന് തന്നാൽ കുറച്ച് നമുക്കും അറിവ് കിട്ടിയേനെ. അപ്പോൾ എന്താണെങ്കിലും ഈ ഒരു വിഷയത്തിൽ ആ പുള്ളിയെ പ്രോപ്പറായിട്ട് ജനങ്ങൾക്ക് അറിയില്ല. ജനങ്ങളുടെ ഇതിലൊരു ക്രിസ്ത്യാനിറ്റി എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു ഹിന്ദുവിനെ കൊണ്ട് അടക്കുമ്പോഴത്തേക്ക് മാമോദിസ മുക്കിയിട്ട് ആണല്ലോ ചെയ്യുന്നത്. അതപ്പോൾ ആൾക്കാർ ചോദിക്കും, എന്തുകൊണ്ട് മാമോദിസ മുക്കാഞ്ഞത്, അല്ലാതെ എങ്ങനെ നിങ്ങൾ അടക്കി എന്നുള്ള ചോദ്യം ചോദിക്കും. അതിനെ നിങ്ങൾ മറ്റേ ഹിന്ദുക്കൾ ക്രിസ്ത്യാനി ആ ഒരു എന്തിന് മതപരമായിട്ടുള്ള പ്രശ്നം ഉണ്ടാക്കാൻ കുറെ പേര് ഇവിടെ ഇറങ്ങിയിരിക്കുന്നതാണെന്ന് എന്തോന്നാടോ തങ്കച്ചൻ ചേട്ടാ താനീ കാണിക്കുന്നത്. പിന്നെ രേണുവിനോട് ഞാനൊരു കാര്യം പറയുക, സോറി വീണ്ടും ആ പേര് വന്നല്ലേ, ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, അത് വരുവേ, നിങ്ങൾ എന്നോട് ക്ഷമിക്ക്. പിന്നെ ആ ഒരു കൂട്ടുകാരി ഒരു കാര്യം ചോദിക്കട്ടെ, ഈ കുടുംബത്തിനെ ഞങ്ങളല്ല ഇറക്കിയത്. ഇനിയിപ്പോൾ നാളെ വന്നിട്ട് പറയും കുടുംബത്തിനെ എല്ലാം കൂടെ വലിച്ചിഴക്കിയെന്ന്. നമ്മൾ ഇറക്കിയതല്ല, കുടുംബം തന്നെ അതേ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് സംസാരിക്കുന്നതാ. കേട്ടപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കണമെന്ന് തോന്നി, ചോദിക്കാലോ, അത്രേ ഞാൻ ചെയ്യുന്നുള്ളേ. ബാക്കി ഇന്നത്തെ ഒരു ആക്ഷേപം അതിനകത്ത് വരുന്നില്ല. നമ്മൾ അത് നിരന്തരം നമ്മളും കൂടെ ഒരു മസിൽ പിടിക്കുന്ന ഒരു രീതിയിലാണ്. ഹിന്ദുവിനെ കൊണ്ട് ഇവിടെ ഇറക്കും. നമ്മള് നോക്കുക അങ്ങനെ പിന്നെ അതിലേക്ക് വന്നിരിക്കുന്ന കമന്റുകളിൽ എന്താണെന്നാണ് ഇവര് പറയുന്നത്. അതും എല്ലാവരും ഏഴുവിന്റെ തലയെ കൊണ്ട് വെക്കാനുള്ളൊരു സന്ദർഭമായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് നമുക്ക് അതിനെ കൂടുതലൊന്നും ഉണ്ടല്ലേ. എന്തുണ്ടാ മോനെ, എന്തുണ്ട്? നീ കുറെ നേരോടെ ഉണ്ടെന്ന് പറയുന്നല്ലോ. എന്ത് അല്ല, ഞങ്ങൾക്ക് മനസ്സിലാവണ്ടേ ഹിന്ദുവിനെ ക്രിസ്ത്യൻ? എടാ അത് പ്രശ്നം തന്നെയാ, മനസ്സിലായില്ലേ? ഒരു ആചാരത്തെ കളിയാക്കുന്നത് പോലെയാ. ഹിന്ദുവായിട്ട് ജീവിച്ച് വളർന്ന് അങ്ങനെ പോകുന്ന ഒരു വ്യക്തിയെ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ടുവന്ന് പള്ളിയിൽ അടക്കിക്കോ. പുള്ളിയുടെ ആഗ്രഹം ചിലപ്പോൾ അതായിരിക്കാം. പക്ഷേ അതിന് ഹിന്ദു മതത്തിനും ആ ഒരു മതത്തിനും ഒരു വില കൊടുക്കണം. നിങ്ങൾ ക്രിസ്ത്യൻ മതത്തിനും ഒരു വില കൊടുക്കണ്ടേ? പ്രോപ്പറായിട്ട് മാമോദിസ മുക്കിയിട്ടല്ലേ, ആളുകൾക്ക് അങ്ങനെയല്ലേ അറിയൂ. ഇനി അതല്ല എങ്കിൽ നിങ്ങൾ പറയണമായിരുന്നു, അന്നേ പറയണമായിരുന്നു. പക്ഷെ അന്ന് പറയാൻ പറ്റത്തില്ല, കാരണം ഏറ്റവും നല്ലൊരു ഫാദറാണ് കൂടെ ഉണ്ടായിരുന്നത്. ഇന്ന് ആ ഫാദർ എവിടെ? അകത്ത് ജയിലിൽ പുട്ടടിക്കുന്നു, അവിടെ ഇരുന്ന്. ഇങ്ങനെയുള്ളവനൊക്കെ അന്ന് കൂടെ നിന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഏതോ ഒരു ഗ്രൂപ്പിന്റെ പേരും പറയുന്നു, പിന്നെ അവിടെ മാമോദിസ മുങ്ങണ്ടെന്നൊക്കെ പറയുമ്പോൾ ആളുകൾക്ക് സംശയം വരുവേ. അപ്പം ആളുകൾ ചോദിക്കും, ഹേ എന്ത് പരിപാടിയാ ഹേ നിങ്ങൾ ഈ കാണിക്കുന്നതെന്ന്. പിടികിട്ടിയോ? അത്രയേ ഉള്ളൂ. അതിനകത്ത് കിടന്നുകൊണ്ട് നാട്ടുകാരുടെ പ്രശ്നം, നാട്ടുകാരുടെ നെഞ്ചത്ത്. പിന്നെ മതം എന്ത് കാര്യത്തിന് പൊന്നു തങ്കച്ചൻ്റെ ചേട്ടാ? നീ ഇതൊക്കെ പോട്ടെ. കുറെ ആളുകൾ ചോദിക്കുന്ന കേൾക്കാറുണ്ട്,
എന്തിനാണ് വൈ ദിസ് ലേഡി എന്നുള്ളത് അവർക്ക് വേണ്ടി ഞാനൊന്ന് പറയാം. ഇന്ന് ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ഇത് നമ്മുടെ നടി തന്നെ, സിനിമാ നടി തന്നെ ഷെയർ ചെയ്തിരിക്കുന്നതാണ്, സ്റ്റോറി ഇട്ടിരിക്കുന്നതാണ്. പോസ്റ്റ് ഷെയർ ചെയ്തിരിക്കുന്നതല്ല, സ്റ്റോറി. ഒരു പോസ്റ്റ്, ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ഒരു പോസ്റ്റ് സ്റ്റോറി ആയിട്ട് ഷെയർ ചെയ്തിരിക്കുന്നതാണ്. രേണുസുധിയുടെ സിനിമ റിലീസായി, 1 മണിക്കൂർ 56 മിനിറ്റ് രേണുസുധിയുടെ സിനിമ റിലീസായി. ഒപ്പം പെരേരയും ആറാട്ടണ്ണനും പടം യൂട്യൂബിൽ നിന്നാണ്. സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി. ഏഷ്യാനെറ്റ് ന്യൂസ് പോലുള്ള ഒരു മെയിൻ ചാനൽ, സാറ്റലൈറ്റ് ചാനൽ, അവരുടെ ഇൻസ്റ്റഗ്രാമിലോ ഫേസ്ബുക്കിലോ എവിടെയോ അവർ ഷെയർ ചെയ്തിരിക്കുക ഈ ഒരു ചേച്ചിയുടെ 1 മണിക്കൂർ 54 മിനിറ്റ് ഉള്ള സിനിമ റിലീസായെന്ന്. കലികാലം നോക്കണേ. അപ്പൊ പിന്നെ സാധാരണക്കാരായിട്ടുള്ള എന്നെ പോലുള്ള ആളുകളെ നിങ്ങൾ തെറി പറയുന്നതിനകത്ത് എന്ത് കാര്യം ഇരിക്കുന്നു? ഈ സാധനത്തിനെ വിട്. മെയിൻ സ്ട്രീം ചാനൽസ് എന്ത് കാര്യത്തിലെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. ഇതൊക്കെ എടുത്ത് എന്തൊക്കെയാണെങ്കിലും വരും ദിവസങ്ങളിൽ ഇനിയും ഒരുപാട് അപ്ഡേറ്റുകൾ വരുമെന്ന് എനിക്ക് തോന്നുന്നു. മിക്കവാറും 1-2 ദിവസത്തിനുള്ളിൽ ഇപ്പൊ ഈ വന്നിരിക്കുന്ന പുതുതായിട്ട് ഈ വീടിന്റെ ചോർച്ച പ്രശ്നം, അതുമായി ബന്ധപ്പെട്ട് എന്താണെങ്കിലും ഓൺലൈൻ മീഡിയക്കാരുടെ മുമ്പിൽ വന്നൊരു കഥ കാണും. അതും കൂടെ നമുക്ക് കേൾക്കാം, എന്നിട്ട് നമുക്ക് നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കാം കേട്ടോ. അപ്പോൾ കുറച്ചും കൂടെ നമുക്ക് ഡീറ്റെയിൽസ് കിട്ടും. അപ്പോൾ അതിലേക്കൊക്കെ പോവാം വരും ദിവസങ്ങളിൽ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ പറയാതെ പോലെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക്, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പ്രിയപ്പെട്ടവരെ സബ്സ്ക്രൈബ് ചെയ്യൂ മടിക്കാതെ. അടുത്ത വീഡിയോയ്ക്കായി സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയർഡ്.